പിന്നെ എല്ലാവരുടെ അറിവിലേക്കും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഈ മിസ്മാച്ചിങ് ഓഫ് നെയിംസ് ഭയങ്കര പ്രോബ്ലം ആണ് ഇപ്പം. അതായത് ഇതൊക്കെ നമുക്ക് ഈ സർക്കുലർ എല്ലാ ഡിപ്പാർട്ട്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യവസായ വാണിജ്യ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമുക്ക് അതിന്റെ സർക്കുലർ കറക്റ്റ് ആയിട്ട് വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ ലിമിറ്റഡ് കമ്പനികൾക്കും വരുന്നുണ്ടാവും. അതായത് പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ജനങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് അത് പറയണത്. അതായത് പല രീതിയിലുള്ള മിസ്മാച്ചിങ് ഇപ്പൊ ഉണ്ട്. അതായത് ഇപ്പൊ ഒരാളുടെ പേര് ഇപ്പൊ എനിക്കും ഉണ്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ പാസ്പോർട്ടിൽ നിഷാദ് ഹുസൈൻ കാക്കശ്ശേരി എന്നാണ് എന്റെ പാസ്പോർട്ടിലെ പേര്. എന്റെ SSLC ബുക്കിൽ നിഷാദ് ഹുസൈൻ KS എന്നാണ്. ആധാർ കാർഡിൽ KS നിഷാദ് ഹുസൈൻ എന്നാണ്. അപ്പൊ ആക്ച്വലി ഇത് മൂന്നും ഒരു പേര് തന്നെയാണ്, പക്ഷെ എടുക്കുന്നത് 3 രൂപത്തിലാണ്. ഇതൊന്നും ഇനി പറ്റില്ല. കാരണം ഇപ്പൊ ഒരു വിഷയം വന്നാൽ ഇപ്പൊ പാസ്പോർട്ട് എമർജൻസി റിന്യൂവലിന് ഒരേ അഡ്രസ്സും ഒരേ പേരുള്ള 3 ID പ്രൂഫ് വേണമെന്നാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ഇപ്പൊ നിയമം. എമർജൻസി ആണെങ്കിൽ അല്ലെങ്കിൽ 2 ID പ്രൂഫ്. അപ്പോ ഇനിയിപ്പോ അത് ബാങ്കിലും കൂടെ ഇനി അത് കുറച്ച് ഇപ്പൊ പാസ്പോർട്ടിന് മാത്രമേ അത് ഇന്ത്യയിൽ നിർബന്ധമുള്ളൂ. പാസ്പോർട്ടിന് മാത്രമാണ് 3 ID പ്രൂഫ് മാച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് മറ്റ് മേഖലകളിലേക്കും കൂടി വ്യാപിച്ചുകൊണ്ടിട്ടുള്ള വിജ്ഞാപനം അടുത്ത ബഡ്ജറ്റിലുണ്ടാവും. അടുത്ത ബഡ്ജറ്റിൽ ഈ 3 ID പ്രൂഫിന്റെ മാച്ചിങ് മറ്റുള്ള മേഖലകൾക്കും കൂടി വ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിട്ട് വരും. അത് അടുത്ത ബഡ്ജറ്റിൽ അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ പല രീതിയിലുള്ള പേരുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അഡ്രസ് മിസ്റ്റേക്ക്. ഇപ്പൊ നമ്മളെ തന്നെ മണ്ണാരപ്പറമ്പ് ലാസ്റ്റ് BU എഴുതുന്ന ആൾക്കാരുണ്ട്, PU എഴുതുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഓരോ പേരിൽ മുഹമ്മദ് കുട്ടിക്ക് 2 T 1 T, ഇതൊക്കെ പ്രശ്നമായിട്ട് വരും. അപ്പോ ഈ പേരുകളെല്ലാം എല്ലാ ആൾക്കാരും ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചോളൂ. എല്ലാ പേരും ഒരേപോലെ ആക്കുക, അഡ്രസ്സും ഒരേപോലെ ആക്കുക. അറ്റ്ലീസ്റ്റ് 3 എണ്ണെങ്കിലും പാസ്പോർട്ട്, ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡ്, SSLC ബുക്ക്, ഈ 3 ബാങ്ക് പ്രത്യേകിച്ച് ചെയ്യണം. ഒരേപോലെ പേരാവണം. മിസ്മാച്ചിങ് ഓഫ് നെയിംസ് പ്രശ്നങ്ങൾ വരും. പിന്നെ അറ്റസ്റ്റേഷനിൽ പലരും, അതായത് ഇപ്പൊ ഹജ്ജിന് പോകണ നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഹജ്ജിന് പോകണ ഏകദേശം 60ഓളം പാസ്പോർട്ട് ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അതായത് ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് പെണ്ണുങ്ങൾക്കാണ്. പെണ്ണുങ്ങളുടെ പേരിലാണ് പ്രോബ്ലം വരുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പെണ്ണിന്റെ പേര് സുഹറ എന്നാ വിചാരിക്കുക. ഒരു പെണ്ണിന്റെ പേര് സുഹറ. ഈ പെണ്ണിനെ ഇപ്പൊ പിന്നെ മുഹമ്മദ് കുട്ടി എന്നുള്ള ആള് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കാം. ആ പാസ്പോർട്ട് എടുക്കുന്ന കല്യാണത്തിന്റെ ശേഷമാണെങ്കിൽ ഇവരെന്ത് ചോദിച്ചാല് സുഹറ മുഹമ്മദ് കുട്ടി എന്ന് പാസ്പോർട്ട് എടുക്കും. സുഹറ മുഹമ്മദ് കുട്ടി എന്ന് പാസ്പോർട്ട് എടുക്കും. അതുവരെയുള്ള രേഖയിലൊക്കെ സുഹറ പണ്ടാർവളപ്പിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പേരായിരിക്കും. ഈ പാസ്പോർട്ടിൽ മാത്രം സുഹറ മുഹമ്മദ് കുട്ടി എന്ന് വരും. കുടുങ്ങി, ഒരു രക്ഷയില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി മാറ്റണമെങ്കിൽ എല്ലാം പേപ്പറിൽ പരസ്യം കൊടുത്ത് മാറ്റി ഇതേപോലെ ആക്കണം. സുഹറ മുഹമ്മദ് കുട്ടി ആക്കണം. അഡ്രസ്സൊക്കെ ഒക്കെ ഇതാക്കിയിട്ട്. മാത്രമല്ല ഇവർക്ക് 1988 ശേഷം ജനിച്ച ആൾക്കാരാന്ന് വിചാരിക്കാം. ഇപ്പൊ 88 ജനിച്ച ആൾക്കാരെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു കൊടുക്കുന്ന സമയമായാലും 10-20 വയസ്സ് കൊല്ലമായല്ലോ. അപ്പൊ ഈ 88 ശേഷം ജനിച്ച ആൾക്കാരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധ. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് 88 പേരോട്ട് മാറ്റാനും പറ്റില്ല. അതിൽ സുഹറ പണ്ടാർവളപ്പിലായിരിക്കും, ബാക്കിയുള്ളതിലൊക്കെ സുഹറ മുഹമ്മദ് കുട്ടി ആയിരിക്കും. കുടുങ്ങി, ഒരു രക്ഷയില്ല. UK എംബസി, ഇപ്പൊ സൗദി എംബസി അക്സെപ്റ്റ് ചെയ്യണില്ല. ഇപ്പൊ ഹജ്ജിന്റെ പാസ്പോർട്ടൊക്കെ നമ്മൾ മാറ്റി, 60ഓളം പാസ്പോർട്ട് മാറ്റി. കാരണം അക്സെപ്റ്റ് ചെയ്യണില്ല, എംബസി റിജക്ട് ചെയ്യാണ്. കാരണം ഒരേപോലെ പേരല്ലാന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലും ഇതിലും ഒരേപോലെ പേരല്ലാന്ന് പറഞ്ഞിട്ട് ഹജ്ജിന് വിസ അടിച്ചില്ല. 60 പാസ്പോർട്ടുള്ള ഞങ്ങൾ മാറ്റി എമർജൻസി. അത് ഇനി നടക്കില്ല. കാരണം ഇനി 3 ID പ്രൂഫ് വേണ്ടേ. 3 ID പ്രൂഫ് വരുന്ന സമയത്ത് 3 ID പ്രൂഫിൽ മാച്ച് ചെയ്തിട്ടില്ല എങ്ങനെ മാറ്റാ. അപ്പോ ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ. ഇനീഷ്യൽ ഇടരുത്. ഇനീഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ കുടുങ്ങി. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ നമ്മള് ഹിബ എന്ന് പേരിട്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഹിബ പണ്ടാർവളപ്പിൽ, അപ്പൊ ഹിബ PV ചേർത്തുണ്ടാവും. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഹിബ PV ചേർത്തുണ്ടാവും. ഈ കുട്ടിയുടെ പാസ്പോർട്ട് വരുമ്പോ ഹിബ പണ്ടാർവളപ്പിൽ നിന്ന് വരും. കുട്ടിയുടെ കല്യാണം കഴിയുമ്പോൾ മുഹമ്മദ് കുട്ടി കല്യാണം വെച്ചാൽ ഹിബ മുഹമ്മദ് കുട്ടി എന്ന് വരും. 3 പേരായി. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ബാങ്കിലെ ക്യാഷ് വരെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഒക്കെ പല പേരായി, എല്ലാത്തിലും പല പേരായി. അതുകൊണ്ട് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുതൽ എല്ലാ പേരിലും ഒരേ അഡ്രസ്സും ഒരേ പേരും വേണം. കല്യാണം കഴിയുകയാണെങ്കിൽ പാസ്പോർട്ടിന്റെ ബാക്കിൽ സ്പൗസ് നെയിം ആഡ് ചെയ്യാനുള്ള കോളുണ്ട്. ആ കോളത്തിൽ മാത്രമേ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വൈഫിന്റെയോ പേര് ചേർക്കാൻ പാടുള്ളൂ. എല്ലാ പേരും സ്പെല്ലിങ്ങും അഡ്രസ്സും ഒരേപോലെ ആയിരിക്കണം. 2017 ഈ കാറ്റഗറൈസേഷൻ ഇപ്പോൾ വന്നിട്ടുള്ള പാസ്പോർട്ടിന്റെ കാറ്റഗറൈസേഷൻ ബാങ്കിലും മറ്റുള്ള ഡെവലപ്മെന്റ് ട്രാൻസാക്ഷൻ നിർബന്ധമാക്കും.
അപ്പൊ എല്ലാരും നോട്ട് ചെയ്തോളെ, എല്ലാ പേരുകളും മാക്സിമം ഒരേപോലെ ആക്കാൻ പറ്റുന്നവരാക്കിക്കോളെ. ഇനിയിപ്പോ നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടികളുടെ പേരെങ്കിലും ഇനീഷ്യൽ വെച്ച് ഒരിക്കലും ചേർക്കരുത്, ഇനീഷ്യൽ ഒഴിവാക്കണം. അതായത് ഒരു കുട്ടിയുടെ പേര് ഇപ്പോ ഗഫൂർ എന്നാണെങ്കിൽ ആ കുട്ടിയുടെ എന്താണ് പേര്, ഇപ്പൊ വീട്ടുപേര് ഗഫൂർ തെക്കേ വളപ്പിൽ നിന്നാണെങ്കിൽ ഗഫൂർ തെക്കേ വളപ്പിൽ നിന്ന് മൊത്തം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർക്കണം. ഗഫൂർ ടി വി എന്ന് ഒരിക്കലും ചേർക്കരുത്. കാരണം ഗഫൂർ ടി വി ചേർത്ത പാസ്പോർട്ട് ഗഫൂർ തെക്കേ വളപ്പിൽ നിന്ന് വരിക, രണ്ട് പേരായിട്ട് മാറും. പിന്നെ ആധാർ കാർഡ് മറ്റൊക്കെ തെറ്റും. പിന്നെ ഭാവിയിൽ ആകെ പ്രശ്നമാവും. അറ്റസ്റ്റേഷൻ UK എംബസി അമേരിക്കൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഇല്ല. ഇപ്പൊ സൗദി എംബസിയും ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ള എംബസികളും ഈ ആഗോള കരാറിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ വരും. അപ്പോ എല്ലാ പേരും ഒരേപോലെ ആയിക്കോളെ. കുട്ടികളുടെ പേര് ചേർക്കുമ്പോൾ ഫുൾ പേര് ചേർത്തോളെ, ഇനീഷ്യൽ ചേർക്കരുത്. അപ്പൊ ഇനി നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ആകും 2 വർഷത്തിനുള്ളിൽ. അപ്പൊ ഇത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഇതൊരു സാമൂഹ്യ പ്രശ്നമായത് കാരണം എല്ലാവരും അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.